നമ്മുടെ നാട്ടിലൊക്കെ പ്ലസ് ടുവിന് നല്ല മാർക്ക് കിട്ടിയാൽ പേരൻസ് എന്തായിരിക്കും ഗിഫ്റ്റ് കൊടുക്കുക? ഫോൺ, ലാപ്ടോപ്പ്, മേ ബി ബൈക്ക് അല്ലേ? പക്ഷേ സൗത്ത് കൊറിയയിൽ പേരൻസ് ഗിഫ്റ്റ് കൊടുക്കുന്നത് പ്ലാസ്റ്റിക് സർജറിയാണ്. ഇവിടെ പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നത് അത്ര ലക്ഷറി ആയുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളുടെ ലൈഫ് പാർട്ണർ, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഏതെങ്കിലും ഫ്രണ്ട് സർക്കിൾ വരെ തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആണ്. അതായത് നിങ്ങളുടെ ഭംഗിയാണ് എല്ലാം തീരുമാനിക്കുന്നത്. സൗത്ത് കൊറിയയിലെ മറ്റു വെർഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ ചെറിയൊരു പ്രശ്നം മാത്രമാണ്. ട്രസ്റ്റ് മീ, നിങ്ങൾ ബാക്കിയുള്ള കാര്യം കൂടി എടുത്താൽ വാവ്, ഐ ആം ബ്ലെസ്ഡ് ചിന്തിക്കും. കൊറിയൻ യുദ്ധത്തിന് ശേഷം സൗത്ത് കൊറിയ എക്സ്ട്രീംലി പൂർ ആയിരുന്നു. പിന്നീട് വളരെ കുറച്ച് വർഷങ്ങൾ കൊണ്ടാണ് ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ റിച്ചസ്റ്റ് കൺട്രി ആയിട്ട് ഈ രാജ്യം മാറുന്നത്. അതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സാംസങ്, LG, ഹ്യൂണ്ടായി എന്നിങ്ങനെയുള്ള ഗ്ലോബൽ കമ്പനികളാണ്. നിങ്ങൾക്കൊരു പക്ഷേ പരിചയം K-pop, K-drama, കൊറിയൻ സിനിമകളിലൂടെയൊക്കെ ആയിരിക്കാം. എന്തായാലും ഈ സക്സസിന് പിന്നിൽ അധികാർക്കും അറിയാത്ത, അധികാരം സംസാരിക്കാത്ത ഒരു കഥ കൂടിയുണ്ട്. ഞാൻ ജനിക്കുന്നത് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ സേഫസ്റ്റ് റിച്ചസ്റ്റ് കൺട്രിയിലെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള സോളിലാണ്. ഇൻഫാക്ട് സൗത്ത് കൊറിയയിലെ പകുതി ആളുകളും ഈ സിറ്റിയെ ചുറ്റിപ്പറ്റിയാണ് താമസിക്കുന്നത്. അവിടെയുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ബോറയുടെയും ഹാജുവിൻ്റെയും മകനായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. ദാറ്റ്സ് മീ. അപ്പോൾ എങ്ങനെയായിരിക്കും എൻ്റെ അവിടുത്തെ ലൈഫ് ഉണ്ടായിരിക്കുക? നോക്കാം. ചെറുപ്പം മുതലേ എന്നോട് പേരൻസ് പറയുന്നൊരു കാര്യമുണ്ട്: നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചോ, ഇല്ലെങ്കിൽ ലൈഫ് ബുദ്ധിമുട്ടായിരിക്കും. രാവിലെ സ്കൂൾ തുടങ്ങി ഉച്ചയാകുമ്പോഴൊക്കെ ക്ലാസ് കഴിയാറുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ ശേഷം കളിക്കാൻ പോകാറുണ്ടെന്നൊക്കെ. പക്ഷേ ഞങ്ങളിവിടെ അധിക പേരും ക്ലാസ് കഴിഞ്ഞാൽ നേരെ ഹാഗോണിലേക്കാണ് പോകാറുള്ളത്. ഹാഗോൺ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ട്യൂഷൻ സെൻറ്റേഴ്സ്. ചില ദിവസങ്ങളൊക്കെ രാത്രി 10 മണി വരെ ക്ലാസ് ഉണ്ടാവും. പക്ഷെ ഞാനതൊക്കെ സഹിക്കാറുണ്ട്. കാരണം എൻ്റെ പേരൻസ് അവരുടെ സേവിങ്സും ഹാപ്പിനെസ്സും സ്വപ്നങ്ങളും എല്ലാം എൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് സാക്രിഫൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവർക്ക് ഇത്രയെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ? അങ്ങനെ ഞാൻ എൻ്റെ ടീനേജ് കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ പ്രായത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയുള്ളത് ഒരേ ഒരു വാക്കാണ്: കോളേജ് സ്കോളസ്റ്റിക് എബിലിറ്റി ടെസ്റ്റ്. എൻ്റെ കരിയർ, എൻ്റെ പാർട്ട്ണർ, എൻ്റെ ഫ്രണ്ട്സ്, സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫ് എന്നെ തീരുമാനിക്കുന്നത് ഈ ഒരു എക്സാമാണ്. സൗത്ത് കൊറിയയിൽ 3 പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളുണ്ട്: സോൾ നാഷണൽ യൂണിവേഴ്സിറ്റി, കൊറിയ യൂണിവേഴ്സിറ്റി, യോൻസെ യൂണിവേഴ്സിറ്റി. ഈ 3 യൂണിവേഴ്സിറ്റികളെയും ചേർത്ത് സ്കൈ യൂണിവേഴ്സിറ്റി എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. ഇതല്ലാത്ത വേറെ ഏതെങ്കിലും കോളേജിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ സൊസൈറ്റിയും എൻ്റെ കുടുംബക്കാരും എല്ലാവരും ഇനി ഒരു ഫെയിലിയർ ആയിട്ടാണ് കാണുക. കാരണം നേരത്തെ പറഞ്ഞ ഈ ഗ്ലോബൽ കമ്പനീസ് എല്ലാം ഈ കോളേജുകളിൽ നിന്നാണ് പ്രധാനമായിട്ടും ഹയർ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ യൂണിവേഴ്സിറ്റിയിൽ ഇതിൽ അഡ്മിഷൻ കിട്ടിയാൽ ഞാൻ ലൈഫിൽ തന്നെ സക്സസ് അതുപോലെയാണ് സൊസൈറ്റി എന്നെ ട്രീറ്റ് ചെയ്യുക. സോ ദ കോമ്പറ്റീഷൻ ഈസ് വെരി ഹൈ. അതുകൊണ്ട് രാവിലെ 5 മണിക്ക് തന്നെ എണീക്കാറുണ്ട്. സ്കൂൾ, ട്യൂഷൻ, വീട്, റിപ്പീറ്റ്. മിക്ക ദിവസങ്ങളും 4-5 മണിക്കൂർ മാത്രമേ ഉറങ്ങാൻ കഴിയാറുള്ളൂ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾക്ക് പഠിക്കാമെന്ന ചിന്ത മാത്രമേ ഉള്ളൂ എന്ന്. അല്ല, ഇവിടെ ആളുകൾ മാർക്കിൻ്റെ കൂടെ തന്നെ എൻ്റെ സ്കിന്ന്, എൻ്റെ വെയിറ്റ്, ഞാൻ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ്, എൻ്റെ കയ്യിലുള്ള ഫോണ് എല്ലാം ആളുകൾ ജഡ്ജ് ചെയ്യും. K-pop കൾച്ചറും സോഷ്യൽ മീഡിയയൊക്കെ ആയിരിക്കും ഇതിന് കാരണം. എന്തായാലും മിക്ക ടീനേജേഴ്സിനും ലൈഫ് തന്നെ മടുക്കാറുണ്ട്. എത്ര ഓടിയിട്ടും സൊസൈറ്റിയുടെ ഒപ്പം എത്താത്ത ഒരു ഫീൽ ഉണ്ടാവാറുണ്ട്. OECD റിപ്പോർട്ട് പ്രകാരം ഡെവലപ്ഡ് കൺട്രീസിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നത് സൗത്ത് കൊറിയയിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള മിക്ക പാലങ്ങളിലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വലിയ മതിലുകളും ഫോണും കാണാൻ കഴിയും. ഓക്കെ, അങ്ങനെ ഒരുപാട് വർഷത്തെ സാക്രിഫൈസിന് ശേഷം എനിക്ക് സോൾ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി. എൻ്റെ ഫാമിലി ഫൈനലി ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. പക്ഷേ ഇതിനിടക്കാണ് മിലിറ്ററി സർവീസ് വരുന്നത്. സൗത്ത് കൊറിയയിൽ നിങ്ങൾക്ക് ശാരീരികമായ മാനസികമായ പ്രശ്നങ്ങളില്ലെങ്കിൽ 18 മുതൽ 21 മാസം വരെ മിലിറ്ററി സർവീസ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങളൊരു പുരുഷനാണെങ്കിൽ. അങ്ങനെ മിലിറ്ററി സർവീസും കഴിഞ്ഞു, കോളേജും കഴിഞ്ഞു, എനിക്ക് നല്ലൊരു കമ്പനിയിൽ നല്ല സാലറിക്ക് ജോലി കിട്ടി. ഫൈനലി ഐ ആം ഗോയിങ് ടു ബി ഹാപ്പി. ബട്ട് നോ, ഇനിയാണ് ശരിക്കുള്ള സ്ട്രഗിൾ ആരംഭിക്കുന്നത്. സൗത്ത് കൊറിയയിലെ ഒരാൾ ഏകദേശം എത്ര മണിക്കൂർ വർക്ക് ചെയ്യുമെന്ന് അറിയോ? 12 മണിക്കൂർ, ചില ദിവസങ്ങളിൽ 14 മണിക്കൂർ വരെ. ലീഗലി 8 മണിക്കൂറാണെങ്കിലും മിക്ക കമ്പനികളും ഇതൊന്നും ഫോളോ ചെയ്യാറില്ല. എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു, ഞാൻ സാധാരണ ഓഫീസിൽ നിന്ന് പോകേണ്ട സമയമായി എന്ന് കരുതും. പക്ഷേ ബോസ് ഓഫീസിൽ എന്തോ തിരക്കിലാണ്. അപ്പോൾ എനിക്കും പോകാൻ കഴിയില്ല. എപ്പോഴാണോ ബോസ് ഓഫീസിൽ നിന്ന് പോകുന്നത് അപ്പോൾ മാത്രമേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓഫീസിൽ നിന്ന് പോകാൻ കഴിയുള്ളൂ. ഇനി അഥവാ ഞാൻ അതിന് മുന്നേ ഇറങ്ങിയാൽ അതെൻ്റെ ജോലിയെയും സാലറിയും എല്ലാം കാര്യമായിട്ട് ബാധിക്കും. ഇനി എനിക്ക് മീറ്റിങ്ങിൽ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിലോ ഞാൻ അതെന്തെങ്കിലും പ്രകടിപ്പിക്കുകയോ ചെയ്താൽ അതും എൻ്റെ ജോലി ബാധിക്കുന്നതിന് കാരണമാകും. ഇനി എങ്ങനെയെങ്കിലുമൊക്കെ വീട്ടിലെത്തിയാൽ മതിയെന്ന ദിവസങ്ങളായിരിക്കും ബോസ് കുളിക്കാൻ വിളിക്കാം. ഇവിടെ അങ്ങനെ ഒരു പരിപാടിയുണ്ട്. മീറ്റിംഗ് കഴിഞ്ഞാലും ഓഫീസ് കഴിഞ്ഞാലും ബോസ് എല്ലാവരെയും കൂട്ടി ബാറിലേക്ക് കൊണ്ടുപോയി കുടിക്കാറുണ്ട്. അവിടെയും പ്രധാനമായിട്ടും ഈ വർക്കിലെ കാര്യങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യാറുള്ളത്. We drink a lot. I think we drink a lot of shots of soju. I think this can become a problem. It can be a problem because if your supervisor or your senior asks you to drink, you have to drink. You have to drink with your supervisor in Korea? Yeah. What happens if you say no? It'll be really awkward situation and they'll like dislike you. അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഒരു ലൈഫ് പാർട്ണറെ കണ്ടുപിടിക്കലാണ്. ഒരു ജോലി കിട്ടാൻ ഞാൻ എത്രത്തോളം ബുദ്ധിമുട്ടിയോ അതിൻ്റെ ഇരട്ടി ബുദ്ധിമുട്ടിയ കാര്യത്തിനുണ്ട്. കാരണം ഇവിടെ കല്യാണം കഴിക്കണമെങ്കിൽ ഒരാൾക്ക് സ്വന്തമായിട്ട് വീടോ അപ്പാർട്ട്മെന്റോ ഉണ്ടായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സൗത്ത് കൊറിയയിൽ പകുതിയിലധികം ആളുകളും താമസിക്കുന്നത് സോൾ എന്നുള്ള സിറ്റിയിലാണെന്ന്.
അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അപ്പാർട്ട്മെന്റ് കിട്ടുക എന്ന് പറയുന്നത് അത്രത്തോളം എക്സ്പെൻസീവ് ആണ്. ലോകത്ത് തന്നെ ഒരാളുടെ സാലറിയുമായുള്ള അനുപാതം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള അപ്പാർട്ട്മെന്റുകളുള്ളത് സൗത്ത് കൊറിയയിലാണ്. ഒരാൾ 14 വർഷമെങ്കിലും പണിയെടുത്താലേ ഇവിടെ ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധിക ചെറുപ്പക്കാരും കല്യാണം തന്നെ കഴിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, പെണ്ണിട്ടാത്തതുകൊണ്ടാണ്. നിങ്ങൾ 4B മൂവ്മെന്റ് കേട്ടിട്ടുണ്ടോ? ബി എന്നാൽ സൗത്ത് കൊറിയയിൽ നോ എന്നാണ് അർത്ഥം. 4 കാര്യങ്ങളോട് ഇവർ നോ പറയുന്നുണ്ട്. നോ മാരേജ്, നോ ചൈൽഡ് ബർത്ത്, നോ ഡേറ്റ്, നോ സെക്സ്. സൗത്ത് കൊറിയയിൽ തുടങ്ങിയ ഈ മൂവ്മെന്റ് ഇന്നൊരു ഇന്റർനാഷണൽ മൂവ്മെന്റ് ആണ്. ഇന്ത്യയിലും ഈ മൂവ്മെന്റ് വളരെയധികം സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. എനിക്കെന്തായാലും അത്യാവശ്യം നല്ല സാലറി ഉള്ള ജോലിയാണല്ലോ. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എനിക്ക് പറ്റിയ ഒരാളെ കണ്ടെത്തി. ഹെർ നെയിം ഈസ് ജീവു. ഞങ്ങളങ്ങനെ കല്യാണം കഴിക്കുകയും ചെയ്തു. ഇന്ത്യയിലേക്ക് ആണെങ്കിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മോനെ കുട്ടികളൊന്നും ആയില്ലേ? പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. കുട്ടികളെ വേണം എന്ന ഡിസിഷനാണ് ഞങ്ങൾ എടുത്തതെങ്കിൽ എല്ലാവരും ചോദിക്കുക, ആർ യു ഷ്യൂർ? കാരണം പണക്കാരല്ലാത്ത എല്ലാവരും ഇന്ന് കൊറിയ വിശേഷിപ്പിക്കുന്നത് ഹെൽ ജോസീൻ എന്നാണ്. അതായത് കൊറിയ ഒരു നരകമാണെന്ന്. ഇവിടെയുള്ള ഹൈപ്പർ കോമ്പറ്റീഷൻ, ടോക്സിക് വർക്ക് കൾച്ചർ, എക്സ്ട്രീം വെൽത്ത് ഗ്യാപ്പ്, ഇങ്ങനെയുള്ള ഒരു നരകത്തിലേക്ക് എന്തിനാണ് വേറൊരു മനുഷ്യനെയും കൂടി കൊണ്ടുവരുന്നതാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും കുറവ് ചൈൽഡ് ബർത്തും ഈ രാജ്യത്താണ്. സാധാരണഗതിയിൽ ഒരു രാജ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അവിടുത്തെ പോപ്പുലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. 100 അഡൾട്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് 100 കുട്ടികൾ ഉണ്ടാവണം. അതായത് ഒരു കപ്പിൾസിന് 2 കുട്ടികൾ വീതം. എന്നാൽ സൗത്ത് കൊറിയയിൽ ഇത് 0.80 ആണ്. അതായത് 100 പേരുള്ള ജനറേഷൻ അടുത്ത ജനറേഷനിലാവുമ്പോൾ 38 മാറും. അത് പിന്നീട് 14 മാറും. അത് പിന്നീട് വെറും 5 മാറും. ഇത് അവരുടെ മിലിറ്ററിയെയും അവരുടെ എക്കണോമിയെയും ടാക്സിനെയും എല്ലാം വലിയ രീതിയിൽ ബാധിക്കും. ഒരു രാജ്യം തന്നെ നശിച്ചു പോകാനത് കാരണമാവും. അതുകൊണ്ട് തന്നെ സൗത്ത് കൊറിയ ഇതൊരു നാഷണൽ എമർജൻസി ആയിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരുപാട് വർഷത്തെ കോർപ്പറേറ്റ് ലൈഫിന് ശേഷം ഞാൻ റിട്ടയർഡായി. ഇതിനിടയിൽ എൻ്റെ വൈഫ് ജീവു മരണപ്പെടുകയും ചെയ്തു. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ചെലവഴിച്ചത് ഓടാനാണ്. പഠിക്കാനുള്ള ഓട്ടം, പണിയെടുക്കാനുള്ള ഓട്ടം. ഇതിനിടയിൽ ഒരുപാട് കാര്യം സാക്രിഫൈസ് ചെയ്യുകയും ചെയ്തു. വയസ്സാകുമ്പോഴേലും ഒരു സമാധാനം ഉണ്ടാവുമെന്നാണ് കരുതിയത്. പക്ഷെ ഞാനിപ്പോൾ ഒറ്റക്കാണ്. ഈ അപ്പാർട്ട്മെന്റിൽ മരിച്ചാൽ പോലും ആരും അറിയില്ല എന്നുള്ളതാണ് സത്യം. കൊറിയയിൽ ഇതിനൊരു വാക്ക് പറയും, ഗൊഡോക്സ. അതായത് ഒറ്റപ്പെട്ടുകൊണ്ടുള്ള മരണം. ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞ് സ്മെല്ലടിക്കുമ്പോഴാണ് പലപ്പോഴും വയസ്സായവർ മരിച്ചു എന്നുള്ള കാര്യം തന്നെ മറ്റുള്ളവർ അറിയാം. മോനാണെങ്കിൽ ബിസിയാണ്, അവന് കുറ്റം പറയാൻ കഴിയില്ല. ഞാൻ ഈ പ്രായത്തിൽ ഇങ്ങനെ തന്നെയായിരുന്നു. ഇടയ്ക്കെപ്പോഴെങ്കിലൊക്കെ കാണാറുണ്ട്. സേവിങ്സ് മുഴുവൻ അവൻ്റെ എഡ്യൂക്കേഷന് വേണ്ടി ചെലവഴിച്ചുകൊണ്ട് കയ്യിൽ കാര്യമായിട്ടൊന്നും ഇല്ല. നിങ്ങൾക്ക് ഇവിടുത്തെ എക്സ്പെൻസ് അറിയാലോ. അതുകൊണ്ട് പെൻഷൻ കിട്ടിയാലും അതൊന്നിനും തികയാറില്ല. ഈ 72-ാം വയസ്സിലും ഞാൻ രാവിലെ 5 മണിക്ക് എണീറ്റ് പണിക്ക് പോകാറുണ്ട്. സൗത്ത് കൊറിയ ഒരു മോശം രാജ്യമൊന്നുമല്ല. ഇറ്റ് ഈസ് മോഡേൺ, സേഫ്, അഡ്വാൻസ്ഡ്. പക്ഷേ ഈ സക്സസിന് പിന്നിൽ എപ്പോഴും ഒരു പ്രഷർ ഉണ്ടായിരുന്നു. പ്രഷർ ടു സ്റ്റഡി, പ്രഷർ ടു സക്സീഡ്, പ്രഷർ ടു ലുക്ക് പെർഫെക്റ്റ്, പ്രഷർ ടു സർവൈവ്. ഒരുപക്ഷെ ഇതായിരിക്കാം ഏതൊരു മോഡേൺ സൊസൈറ്റിയുടെയും ഡാർക്ക് സൈഡ്. പതിയെ ലോകത്തെല്ലായിടത്തും ഇതുപോലെയൊക്കെ സംഭവിക്കുമായിരിക്കാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?